ഇന്നലെ കോൺഗ്രസിൽ ചേർന്ന മുൻ ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ പാണക്കാട്ടെത്തി സാദിഖ് അലി ശിഹാബ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. സന്ദീപ് വാര്യരുടെ ഈ കടന്നുവരവിനെ ഏറെ സന്തോഷത്തോടെയാണ് ഞങ്ങളെല്ലാവരും നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാടുകളൊക്കെ മാറ്റി മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു ഭൂമി, രാഷ്ട്രീയ ഭൂമിയിലേക്ക് അദ്ദേഹം കടന്നു വന്നിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പാരമ്പര്യമായിട്ടൊക്കെ അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് എന്നതോട് പറയുകയുണ്ടായിരുന്നു. തച്ചനാട്ടുകാർക്കാണ് അദ്ദേഹത്തിന് ശാബ്ദങ്ങളൊക്കെ തന്നെ കണ്ട പരിചയമുണ്ട്. ആ രീതിയിലൊക്കെ ഉള്ള ഒരു ബന്ധം ഇപ്പോൾ ഇവിടെ കടന്നു വന്നതോടുകൂടി ഞങ്ങളത് കൂടുതൽ ആസ്വദിക്കുകയാണ്. ഏതായാലും സന്ദീപ് വാര്യർക്ക് എല്ലാ ആശംസകളും വിജയങ്ങളും നേരുന്നു. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. BJP ആണ് അവസാന അഭയകേന്ദ്രം എന്ന ചിന്താഗതിക്കാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് ചേരുന്നതോടെ മാറ്റം വരുന്നത്. ഇനി കോൺഗ്രസിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലമാണ്, ഇന്ത്യ മുന്നണിയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലമാണ് വരാൻ പോകുന്നത് എന്നാണ്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം UDF-ലേക്കും ഇന്ത്യ മുന്നണിയിലേക്കും ഒക്കെയുള്ള വരവ് വാർത്താമാധ്യമങ്ങൾ വമ്പിച്ച പ്രാധാന്യത്തോടു കൂടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ പാലക്കാടുണ്ടായ ഷോ ഒക്കെ ഇതിനു മുമ്പൊന്നും കാണാത്ത തരത്തിൽ അത്ര അധികം വലിയ ആവേശം ഉയർത്തി. അതിൻ്റെ കാരണം അതാണ്. എല്ലാം കഴിഞ്ഞ് BJP ആണ് ഇനി എന്ന ഒരു ചിന്താഗതിക്കാണ് മാറ്റം വരുന്നത്. അതിൻ്റെ തുടക്കം കേരളത്തിൽ നിന്നാണ്. അതാണ് ശ്രീ സന്ദീപ് വാര്യരുടെ വരവിൻ്റെ ഒരു രാഷ്ട്രീയമായ, ദേശീയമായി തന്നെ പ്രാധാന്യമുള്ള ഒന്നാണ്. മതസൗഹാർദ്ദത്തിന് വലിയ സംഭാവനകൾ നൽകിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോൺഗ്രസിലേക്ക് വന്നത്, UDF-ലേക്ക് വന്നത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും പാർട്ടിയെ പിളർത്തിക്കൊണ്ടുവരാമെന്ന് കൊട്ടേഷൻ എടുത്തിട്ടല്ല. ഞാൻ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എൻ്റെ വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ഇന്ത്യ എന്ന ആശയത്തോട് പൂർണ്ണമായിട്ടും വിധേയനായിക്കൊണ്ട് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അപ്പുറത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്കറിയാം, അവിടെ അസ്വസ്ഥരായിട്ടുള്ള, അസംതൃപ്തരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. അവിടെ പ്രിയ അജയൻ എന്ന് പറയുന്ന വളരെ ആർട്ടിക്കുലേറ്റീവായിരുന്ന, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മൂത്താൻ സമുദായത്തിലെ ഒരു ആദ്യമായിട്ട് അവർക്ക് കിട്ടിയ ഒരു ചെയർപേഴ്സണെ ഏത് തരത്തിലാണ് മാറ്റിയത്, എങ്ങനെ ഫോഴ്സ് ചെയ്താണ് അവർ റിസൈൻ ചെയ്യിപ്പിച്ചതെന്നൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇത് ഇനി ഒരു പക്ഷേ അവരെ നിർബന്ധിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറയിപ്പിച്ചേക്കാം. പക്ഷേ ഇത് വസ്തുതയാണ്. ഇത് മൂത്താൻതറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അവർക്കറിയാം, പ്രിയ ജയനെ പോലെ ഒരു ബ്രില്യൻ്റ് ആയിട്ടൊരു കുട്ടി രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്നു വരുന്ന സമയത്ത് അവരെ ഇല്ലാതാക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള ശ്രമങ്ങൾ ആർക്കറിയാത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കുറേ ആളുകൾ അസ്വസ്ഥരായിട്ട് അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ് അവിടെ ഉള്ള എല്ലാ കൗൺസിലർമാരും. ഒരാളൊന്നുമല്ല, 28 കൗൺസിലർമാരിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും വ്യക്തിപരമായിട്ട് എന്നോട് വലിയ സ്നേഹമുള്ള ആളുകളാണ്. ഇന്നലെ പലരും വിളിച്ചിട്ടുണ്ട്, അവരുടെ വിഷമം പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രത്യേകിച്ച് പാലക്കാട് പോലെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉള്ള അവരുടെ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആരെങ്കിലും വരുമ്പോൾ അതൊന്നും ഞാനിപ്പോൾ പ്രഡിക്റ്റ് ചെയ്യുന്നില്ല. അതൊക്കെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണല്ലോ, ഞാൻ ഇപ്പം പറയുന്ന പോലെ. അതിനൊന്നും ഞാൻ മറുപടി പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഇന്നലെ പറഞ്ഞ ആവർത്തിക്കുകയാണ്, ഏത്തോ ട്രെയിലറെ പൂരാ പിക്ചർ അഭി ബാക്കി ഹേ മേരെ ദോസ്ത്.